നമസ്കാരം. പ്രതിരോധ രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പഴുതടച്ച തീരുമാനങ്ങൾ എടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത അതിർത്തികൾ കാക്കുവാൻ S-400 പോലെയുള്ള അതിനൂതനമായ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യം ഒരുക്കിയിരുന്നു. ഇത് വാങ്ങുവാനുള്ള കരാറിൽ ഒപ്പിട്ടപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച പ്രതിപക്ഷവും മാധ്യമങ്ങളും S-400 എന്ന ഇന്റർസെപ്റ്ററിന്റെ അത്ഭുതകരമായ പ്രകടനം കണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്താണ്. S-400 വാങ്ങുന്നതിനെ വിമർശിച്ച പല മാധ്യമങ്ങളും അന്ന് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാനോളം പുകഴ്ത്തിയിരുന്നതും നമ്മൾ കണ്ടതാണ്. 36 റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വാങ്ങുവാനുള്ള കരാർ ഒപ്പിട്ടപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവർക്ക് കഴിയുന്നത്ര രീതിയിൽ തടയിടാൻ നോക്കിയതും അടിസ്ഥാനരഹിതമായ മെനഞ്ഞെടുത്ത നെറേറ്റീവുകൾ കൊണ്ട് പ്രധാനമന്ത്രിയെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചതും ഓർത്തിരിക്കുന്നുണ്ടാകാം. സുപ്രീം കോടതി വരെ എത്തിയ ആ തർക്കങ്ങൾക്കൊടുവിൽ പരമോന്നത കോടതി തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാ കള്ള ആരോപണങ്ങളും പൊളിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം 40,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുവാൻ ഭാരതം തീരുമാനിച്ചിരിക്കുകയാണ്. ഡ്രോണുകളും മിസൈലുകളും വെടിക്കോപ്പുകളുമാണ് ഈ തുകയ്ക്ക് പ്രതിരോധ സേന വാങ്ങുന്നത്. എമർജൻസി ഡിഫൻസ് പ്രൊക്യൂർമെന്റ് രീതിയിൽ 3 സേനകളുടെ മുതിർന്ന ഓഫീസർമാർ ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ അടിയന്തരമായ സൈനിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള തിരക്കിട്ട തീരുമാനം. ഇന്ത്യൻ നിർമ്മിത ഉപകരണങ്ങളുടെ തീവ്രത വ്യക്തമാക്കിയ യുദ്ധം ലോക ആയുധ വിപണിയിൽ ഭാരതത്തിന് വ്യക്തമായ മേൽക്കോയ്മ നേടിക്കൊടുക്കും എന്നത് ഉറപ്പാണ്. മറ്റൊരു സുപ്രധാനമായ വാർത്ത DRDOയുടെ നിർമ്മാണത്തിലിരിക്കുന്ന MAG-5 ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ അടുത്തു തന്നെ സൈന്യത്തിന് ലഭിക്കുമെന്നാണ് പ്രതിരോധ സംവിധാനങ്ങൾ പറയുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധക്ഷമത 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ശേഷിയുള്ള ഈ ഹൈപ്പർസോണിക് മിസൈൽ ലോക ആയുധ വ്യാപാര രംഗത്ത് ശക്തി കേന്ദ്രങ്ങളെ പുനർനിർവചിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. മണിക്കൂറിൽ 6173 കിലോമീറ്ററിലധികം വേഗതയും 1500 കിലോമീറ്റർ ലക്ഷ്യപരിധിയും പറക്കുന്നതിൻ്റെ ഇടയിൽ ദിശ മാറുവാൻ കഴിവുമുള്ള ഈ മിസൈലിനെ പ്രതിരോധിക്കുക അസാധ്യമാണ്. പ്രതിരോധ രംഗത്ത് ശക്തമായ ഒരു ആയുധമാക്കി ഇതിനെ മാറ്റുന്നത് ഈ അത്ഭുതകരമായ ഘടകങ്ങളാണ്. ഇതോടുകൂടി അമേരിക്ക, റഷ്യ, ചൈന എന്നീ എലൈറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇന്ത്യയും പ്രവേശിക്കുകയാണ്. പുതുതായി വരുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയുടെ ആക്രമണ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് ലോകം തിരിച്ചറിയുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് കൂടി ഭാരതം തെളിയിച്ചതോടെ രാജ്യം സൂപ്പർ പവറാണെന്ന് റഷ്യ അടക്കമുള്ള ലോകശക്തികൾ ഉറപ്പിച്ചു പറയുന്നു.